കടിമൂത്തിട്ട് നല്ല നല്ല പെമ്പിള്ളേരുടെ മോഡൽസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയിട്ട് അതിൻ്റെ പേജിൽ ഹൗസ് സ്വീറ്റി ഹൈ മോളും ഹൈ ചക്കര എന്ന് എഴുതിയിട്ടുള്ള 4 നല്ല പൊളപ്പൻ സംഖികളും ഈ കൂട്ടത്തിലുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ സംഖിമയം എന്ന് പറയുന്നത്. നല്ല തങ്കക്കുടം പോലത്തെ 1-ാം നമ്പർ സംഖി കുഞ്ഞുങ്ങളെ വെക്കാനുണ്ട്. ഒന്നല്ല, 272 സംഖി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ചൂന്ന് നോക്കാനോ ഒരച്ച് നോക്കാനോ ഒന്നും പോകണ്ട. എല്ലാം ഒന്നിനൊന്ന് നല്ല കൃത്യമായിട്ടുള്ള അളവിലുള്ള സംഖ്യകൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ കത്തയച്ച് നമ്മൾ അറിഞ്ഞല്ലേ, രാഹുൽ നെക്സലിസം വരെ പരത്തുന്ന കത്തിലുള്ളത്. ആ രീതിയിലാണ് രാഹുൽ ഗാന്ധിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഈ 272 സംഖ്യകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ആൾക്കാർ ചെക്ക് ചെയ്തു. എല്ലാവരും നോക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ. അതായത് ഈ രാജ്യത്തെ 140 കോടിയിൽ ഒരു 10 കോടി സംഖ്യകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 272 ഈ ഒരു നമ്പറിൽ വന്ന ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചെക്ക് ചെയ്യണമല്ലോ എന്നൊരു പരതി അങ്ങ് പോയപ്പം ഓരോരുത്തന്മാരുടെ ജീവിച്ചിരുന്ന കാലത്ത്, അല്ല ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്, മരിച്ചു എന്നല്ല പറഞ്ഞത്, അതായത് സർവീസിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചെയ്ത ചെറ്റത്തരങ്ങളും സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് ആസനം വരെ നക്കിയതിൻ്റെ കണക്കുകൾ ആളുകൾ പുറത്തെടുത്തിട്ട് കൊടുത്തു. അതോടുകൂടി നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലായി എല്ലാം ഒന്നിനൊന്ന് കോണം പിടിച്ച സംഖ്യകളാണെന്നുള്ളത്. നമുക്ക് അതിൽ ഓരോ സംഖ്യകളെ മൊത്തത്തിൽ അങ്ങെടുത്ത് ചെയ്യണമെങ്കിൽ ഒരു 2-3-4 മണിക്കൂറുള്ള വീഡിയോ വേണം. അതിൽ പ്രധാനപ്പെട്ട ചില സംഖ്യകൾ എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 272 പ്രമുഖ സദാചാര മുഖമൂടികളാണ് ഇപ്പം അഴിഞ്ഞങ്ങ് വീണിട്ടുള്ളത്. ഇപ്പം ആ സംഖ്യ കുഞ്ഞുങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഏതെങ്കിലുമൊക്കെ വേട്ടാവളിയന്മാർ പറഞ്ഞത് കേട്ട് ഞങ്ങളാണെങ്കിൽ കത്ത് വായിച്ചപ്പോൾ ഞങ്ങൾ ചെയ്ത സകല ചെറ്റത്തരങ്ങൾ പുറത്തു വരികയും ചെയ്തു. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അപ്പോൾ നമുക്ക് നേരിട്ട് സംഖ്യസിലോട്ട് കിടക്കാം. ആദ്യത്തെ സംഖ്യ ഒരു ലക്ഷ്മി പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഖ്യയാണ്. ഈ സംഖ്യ ആരാന്ന് നിങ്ങൾക്കറിയോ? കേന്ദ്രമന്ത്രി ഹർഷദീപ് സിംഗ് പൂരിയുടെ ഭാര്യയാണ്. ഒരു സംഖ്യമന്ത്രിയുടെ ഭാര്യയാണ് മന്ത്രി. ഈ പൂരി, എൻ്റെ അമ്മേ, ലക്ഷ്മി പൂരി കേട്ടോ, വേറെ തെറ്റിദ്ധരിക്കൽ എൻ്റെ മക്കളെ. ലക്ഷ്മി പൂരി എന്ന് പറയുന്നത് പൂരി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ സംഖ്യ നമ്മുടെ സംഖ്യ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ സംഖ്യയുടെ ഭാര്യയായിട്ടുള്ള ഒരു സംഖ്യയാണ്. അപ്പം ആ സംഖ്യ നമ്മൾ ടിക്ക് ചെയ്തു. പിന്നെ ദീപക് സിൻഹാളാണ് അടുത്ത മറ്റൊരു സംഖ്യ. UP മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. 1500 കോടി രൂപയുടെ ഗോമതി റിവർ ഫണ്ട് അഴിമതിയിൽ അദ്ദേഹം CBI അന്വേഷണം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ 1500 കോടി തപ്പിയതിൻ്റെ വകയിൽ UPന്ന് അതായത് എന്താ പറയുക, CBIൻ്റെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി സംഖ്യയായിട്ടുള്ള മറ്റൊരു സംഖ്യയാണ്. സംഖ്യ നമ്പർ 2 കോട്ട് ചെയ്തോളൂ. അടുത്ത സംഖ്യ ജസ്റ്റിസ് SN ദിങ്ക്ര. ഈ ദിങ്ക്ര എന്ന് പറഞ്ഞ ഇദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയുടെ നിരീക്ഷണത്തിലിരിക്കെ അതേ കമ്പനി അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാപനത്തിന് 15 ലക്ഷത്തോളം രൂപ നൽകി. അത് അധികാര വിനിയോഗമായിട്ട് അത് ആരോപിക്കപ്പെട്ടു. അതോടുകൂടി അവിടെ EDയുടെ അല്ലെങ്കിൽ ചെക്കിംഗ് വരും എന്ന് പേടിച്ച് സംഖ്യയായിട്ടുള്ള മറ്റൊരു സംഖ്യ. എല്ലാം ചെറ്റകളാ, അതായത് എല്ലാം ഓരോ ചെറ്റത്തരം ചെയ്ത് സംഖ്യയന്മാരാ. അടുത്തത് BK സിംഗ്, മുൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. അനധികൃത സ്വത്ത് സംവാദ കേസിൽ DA കേസ് അതിന് പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട്. റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി മറ്റേ നമ്മൾ മരമുറി എന്ന് പറഞ്ഞ പോലെ ഭൂമി തട്ടിപ്പായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇഷ്ടം പോലെ പൈസയും ഇഷ്ടം പോലെ ഭൂമിയും പേരിലേക്ക് ചേർത്തിട്ടുള്ള മറ്റൊരു സംഖ്യ. പിന്നെ രമേശ് ദൈഖറിയാണ്. പിന്നെ AK മുനപ്പ. കർണാടകയിലെ വിവിധ അഴിമതി കേസുകളിലും പരീക്ഷാ തട്ടിപ്പുകളിലും ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 പേര് എല്ലാത്തിലും ഉണ്ട്. പരീക്ഷാ തട്ടിപ്പ് നമുക്കറിയാം. UPSC എക്സാമിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം പരീക്ഷാ തട്ടിപ്പ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ നീറ്റ് ചെയ്തിട്ട് മുസ്ലിങ്ങളാണ് ഡോക്ടേഴ്സ് ആവുന്നത് എന്നുള്ള കാരണം കൊണ്ട് കുറേ സംഘപരിവാണങ്ങൾ അവിടെ എന്താ പറയുക ഇതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കൊടിയും പിടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവന്മാർക്ക് വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ആര്യൻ സിംഗ്, മുൻ DGP UPയിലെ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡിൽ 3 കോടി രൂപ സ്വകാര്യ ലോക്കറിൽ കണ്ടെത്തി. വെറും 3 കോടി രൂപ. അതോടുകൂടി ED കേസായതോടുകൂടി ചങ്കിയായിട്ടുള്ള മറ്റൊരു 1-ാം നമ്പർ 916 സംഖ്യ. പിന്നെ രാംനാരായൺ സിംഗ്, മുൻ SPS ആയിരുന്നു. ആദായ നികുതി വകുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 3 കോടി രൂപ, ഒക്കെ 3 കോടി രൂപ പിടിച്ചെടുത്ത് 2022 റിപ്പോർട്ടുകളാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സംഖ്യയായിട്ടുള്ള മറ്റൊരു സംഖ്യ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്,
ഈ BJP RSS ബന്ധമുള്ള കുറേ സംഖ്യകൾ നമ്മുടെ കൂട്ടത്തിലെ മലങ്കുമാറൊക്കെ അതിലുണ്ടായിരുന്നില്ലേ? നിങ്ങൾ കണ്ടില്ല? സെൻ മലങ്കുമാറിൻ്റെ ഒക്കെ പേര് വന്നു. 2022 മറ്റൊരു കരകളഞ്ഞ സംഖ്യയാണ്. അതിൽ പെട്ടത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഈ കത്തിൽ ഒപ്പിട്ട ഭൂരിപക്ഷം പേരും വിരമിച്ച ശേഷം BJPയിലോട്ടോ RSSലോട്ടോ ആയ സംഘടനയിലോട്ട് ചേർന്നിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ അതിൽ പ്രധാന പേരുകളായിട്ട് പറയാനുള്ളത് സഞ്ജീവ് ത്രിപാഠി, മുൻ റോ മേധാവിയായിരുന്നു. പിന്നെ TP സെൻകുമാർ, കേരള മുൻ DGP, ജസ്റ്റിസ് PN രവീന്ദ്രൻ, പിന്നെ നിർമ്മൽ കൗർ തുടങ്ങിയ BJP നേതാക്കളായിട്ട് തന്നെ പൗരത്വം അംഗത്വം നേടിയിട്ട് BJPകളായിട്ടുള്ള മറ്റ് ചിരി പോകുന്ന സംഖ്യകളാണ്. ഇതിൽ വേറെ കുറച്ച് ആൾക്കാർ കേട്ടോ. വേറെ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നത് എന്താ പറയുക, അതിലൊന്ന് രണ്ടെണ്ണം ഈ കടിമൂത്തിട്ട് നല്ല നല്ല പെമ്പിള്ളേരുടെ മോഡൽസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയിട്ട് അതിൻ്റെ പേജിൽ ഹൗസ് യൂറ്റി ഹൈ മോളും ഹൈ ചക്കര എന്ന് എഴുതിയിട്ടുള്ള 3-4 നല്ല പൊളപ്പൻ സംഖ്യകളും ഈ കൂട്ടത്തിലുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ സംഘീമയം എന്ന് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ സംഭവമായിട്ട് കത്തെഴുതി വിട്ടതാണ്. അവസാനം സകല സംഖ്യകളുടെയും ട്രൗസർ കീറിയിട്ട് ആ കാപ്പിക്കളസം വരെ കീറിയിട്ട് ഉള്ള പരിപാടികൾ പുറത്തോട്ട് കാണിക്കേണ്ടി വന്നൊരവസ്ഥ. ഇതോടുകൂടി ഇപ്പം മിണ്ടട്ടില്ല. കത്തയച്ചതോടുകൂടി ഇവന്മാരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് പുറത്ത് വന്നതോടെ ഇപ്പോൾ വീട്ടിലെ എന്താ പറയുക, പെമ്പക്കളെയും അല്ലെങ്കിൽ കെട്ടിയോളെയും മുമ്പിൽ നടക്കാൻ പറ്റാത്ത സംഖ്യകളാണ്. കുറേ എണ്ണം പെണ്ണ് കേസിൽ വരെ പിടിച്ചിട്ട് അകത്തായ സംഖ്യകളാണ് ഈ കൂട്ടത്തിലുള്ളത്. അതോടുകൂടി ഇപ്പോൾ സ്വന്തം പെമ്മക്കളെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത നല്ല 916 ഒരച്ച് നോക്കണ്ട, തുരന്ന് നോക്കണ്ട, ചൂന്ന് നോക്കണ്ട, എല്ലാം ഒന്നിനൊന്ന് കുട്ടികളായിട്ടുള്ള സംഖ്യ കുട്ടികളാണ് ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഖ്യകളുടെ ഒരു നിലവാരം എന്താണ്, സംഖ്യകളാവുന്നത് എങ്ങനെയെന്നുള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചു, ഇവരൊക്കെ ഇത്രയും കാലം വലിയ വലിയ ചീഫ് ജസ്റ്റിസുമാരായിട്ടും അതല്ലെങ്കിൽ DGPമാരായിട്ടും IAS IPS ഉദ്യോഗസ്ഥന്മാരും റോലൊക്കെ ഉള്ള ആളുകളിലായിരുന്നോ? ഇവരൊക്കെ എങ്ങനെയായിരിക്കും ആ കാലത്ത് സംഗീസം കൊണ്ട് നടന്നത്? ആ കാലത്ത് സംഗീസമൊന്നും ഇല്ലായിരുന്നു. 2014 ശേഷമാണ് ഈ സംഗീസം തലേമൂത്ത് കയറിയത്. ആ കാലത്ത് ഇവന്മാരൊക്കെ മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്തു പോയ ആളുകളായിരുന്നു. പിന്നെ കൂട്ടത്തിൽ എവിടെങ്കിലുമൊക്കെ ഇതുപോലെ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം EDയും അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും NIA ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സംഘി ലോണ്ടറിയിലോട്ട് അങ്ങ് ഒറ്റ കയറലാണ്. എന്നിട്ട് നമ്മുടെ BJPയുടെ മറ്റേ വാഷിംഗ് മെഷീനിലേക്ക് ഒരൊറ്റ മുക്കലാണ് തല. അതോടുകൂടി ക്ലീൻ ഷീറ്റ് കൊടുത്ത് സംഖ്യയായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സംഘി നേതാക്കളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവന്മാരായിരിക്കും ഇവന്മാരൊക്കെ. സംഖ്യ ആയതോടുകൂടി ഇവന്മാരുടെ കേസ് അങ്ങ് പോവും. ഇവന്മാർ ക്ലീൻ ചീറ്റ് കിട്ടുന്ന ആൾക്കാർ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം BJPയിലെ സകല സംഖ്യകളുടെ അവസ്ഥ. സംഖ്യ ആവുന്നതിന് മുമ്പ് വരെ ഏത് പാർട്ടിയിൽ നിന്നോ അവിടെയൊക്കെ മര്യാദയ്ക്ക് കാര്യങ്ങളും കഴിച്ചു പോയിട്ട് എപ്പോഴെങ്കിലും ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ അങ്ങ് സംഖ്യ. പിന്നെ സംഖ്യ ഇവന് എന്ത് ചെറ്റത്തരം കാണിക്കാന്നാ? സംഖ്യ ആയിക്കൊണ്ട് നിങ്ങൾ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ED NIA ഒന്നും നിങ്ങളൊന്നും ചെയ്യൂല. അതെല്ലാം മറ്റ് പാർട്ടികളിൽ നിങ്ങളെന്ത് ചെറ്റത്തരം കഴിഞ്ഞാൽ ED വരും നിങ്ങളെ പിടിക്കും. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സംഖ്യ ആവണം, അതല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ ഇപ്പം റെഡി ആവണം. അതാണ് ഈ രണ്ട് പാർട്ടിയുടെ വ്യത്യാസം. BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രസീലിയൻ മോഡൽ പാർട്ടി ആക്കിയിരുന്നു. നമ്മളതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ കുറേ സംഘിക്കൂട്ടങ്ങളുടെ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇലക്ഷൻ കമ്മീഷനും നമ്മൾ വിലക്ക് വാങ്ങും, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരെ നമ്മൾ വിലക്ക് വാങ്ങും, NIAനും EDനും CBIനും ഈ സകല ടീമിനും നമ്മൾ വിലക്ക് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെറ്റത്തെറുപ്പുറത്ത് കാണിക്കും. അത് കണ്ടിട്ട് പാവപ്പെട്ട ഈ യഥാർത്ഥ സംഖ്യകളുണ്ടല്ലോ, ഈ താഴെക്കടലിൽ സംഖ്യകൾ, പട്ടിണിയും പരിവട്ടമായിട്ട് നടക്കുന്ന തിന്നാനും തൂറാനും പറ്റാത്ത സംഖ്യകളുണ്ടല്ലോ, ഇവന്മാർ ഈ സംഖ്യകൾക്ക് ജയം വിളിച്ച് നടക്കും. അവസാനം ഇവനൊക്കെ ജീവിച്ച് തിന്നാൻ കിട്ടാണ്ട് ജീവിച്ച് മരിച്ച് സംഖ്യയായിട്ടാണ് മരിക്കും. ഇവൻ്റെ മക്കളും ഇതൊക്കെ തന്നെ അവസ്ഥ. ഒരു നല്ല കോണോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ വേറെ സംഖ്യ ആവാണ്ട് വേറെ വല്ല പരിപാടിക്കും പോകും, വേറെ വല്ല പാർട്ടിയിലും കയറും. ഈ പാർട്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ച് പോകും. ഇങ്ങനെ സംഗീതം വിളിച്ചിട്ട് അന്ധഭക്തന്മാരെ പോലെ ജീവിച്ച് എന്തിനാണ് നിങ്ങൾ ഈ ജീവിതം കൊണ്ട് കളയുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇടുന്ന ഓരോ സംഖ്യകളുടെയും വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഒന്നും വിചാരിക്കരുത്, ഞാൻ പറയുന്നതുകൊണ്ട് പട്ടിണിയായിരിക്കുന്നത്. അക്കൂസും ഇല്ല, അതിൻ്റെ തിന്നാലല്ലേ അക്കൂസ് പോകണ്ട, അതും വേണ്ട, ഒന്നും വേണ്ട. പട്ടിണിയും പരിവട്ടും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവന്മാരാണ് ഈ സംഖ്യകളുടെ കൂടെ ഏറ്റവും കൂടുതലുള്ളത്. ഈ മറ്റുള്ള നല്ല ഹിന്ദുക്കളും നല്ല മുസ്ലിങ്ങളും നല്ല ക്രിസ്ത്യാനികളും നല്ല ജോലി ചെയ്ത് നല്ല ബിസിനസ് ചെയ്ത് മക്കളെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത്. സംഖ്യയായോ പിന്നെ ഈ അന്ധഭക്തത മൂത്ത് മോദിക്ക് ഏറ്റവും മുംകിനുഹേന്നും വിളിച്ചിട്ട് ചാണകം തിന്ന് ചാണകത്തിൽ കിടന്നൊഴിഞ്ഞ് ഈ ചാണക പുഴുക്കളെ പോലെ അങ്ങോട്ട് ചത്തൊടുങ്ങുന്ന കുറേ ജന്മങ്ങൾ. സംഖി